അമ്മ അതെ എനിക്കുള്ള വിളിയൊക്കെ വന്നിട്ടുണ്ട് ട്ടോ അവിടുന്ന്. ആ ആര് വിളിച്ചു മോളെ? ആര് വിളിച്ചിരുന്നു? അവിടെ ഇക്ക വിളിച്ചിട്ട് എപ്പോഴാ വരുന്നത്, ഞാൻ വരട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ 2 ദിവസം കൂടി കൂടുതൽ നിക്കാന്ന് വെച്ചാൽ അതിനൊന്നും അവര് സമ്മതിക്കില്ല തോന്നുന്നുണ്ട്. അന്ന് കൂട്ടിട്ട് പോവാന്ന് പറയുന്നുണ്ട്. അല്ല മോളാകെ വന്നിട്ട് 2 ദിവസം നല്ല ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ അവര് വിളിച്ചോണ്ടിരിക്കണേ? വല്ലപ്പോഴല്ലേ മോള് വരുന്നേ? എന്തായാലും വന്നില്ല, ഒരാഴ്ച നിക്കാന്ന് പറയേ. ഒരാഴ്ച എങ്ങനെയാമോ? ഞാൻ ഇന്നും കൂടി ഒന്ന് നിന്ന് കിട്ടിയാൽ മതി. ഇനിയിപ്പൊ ഇപ്പൊ വരുമോ നാളെ വരുമോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇരിക്കുന്നു. അവിടെ ഇപ്പൊ എന്താന്നറിയില്ല, ഉമ്മ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു ഉമ്മാന്റെ നിർബന്ധത്തില പിക്ക ഞാൻ വരട്ടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. ഈ വന്നപ്പോഴാണ് മോളെ ഒരു സമാധാനം. ഒന്ന് വീട് തന്നെ ഒരു അനക്കം നീ വന്നപ്പോന്നെയാ. ഇക്ക കാലത്ത് പോയ വൈകുന്നേരം വരും. പിന്നെ ഈ വയ്യാത്ത ഉപ്പാടത്ത് ഞാൻ എന്താ വർത്താനം പറയാ, രണ്ടാളും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വന്നപ്പോൾ ഒരു സമാധാനം, മനസ്സിനൊരു സമാധാനം. ഒരാഴ്ച നിൽക്കുമെന്ന് വിചാരിച്ച്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇപ്പൊ അമ്മായിമ്മക്ക് ഞാനില്ലാണ്ട് പറ്റണില്ല. ആദ്യം കുറെ ഇത്താനെ വെച്ചിട്ടായിരുന്നു, പിന്നെയാണ് നല്ല ഇഷ്ടമായിക്കണേ. അത് കാരണം എപ്പോഴാ അവള് വരിക, അവളെ കൂട്ടിട്ടാന്ന് പറഞ്ഞിട്ട് ഇക്കാനടുത്ത് പറയണ പറഞ്ഞിട്ട് 2-3 ദിവസം ഇക്ക എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പുതിയ മാറിയിട്ടില്ല, ഞാൻ കുറച്ച് ദിവസം കൂടി ഇരുന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞു. ഇതാ ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നു നാളെ ഞാൻ വരട്ടെ, നിന്നെ കൂട്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അവര് വിളിക്കുമ്പോ വരില്ല എന്ന് പറയാൻ പറ്റും മോളെ? അതന്നെ ഞാനും ആലോചിക്കുന്നത്. എനിക്കും ഇരിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്താ ചെയ്യാ? എന്നാ മരുമൻ മറ്റേ മോളെ, മരുമൻ വന്നാൽ മരുമനോട് പറഞ്ഞിട്ട് 2 ദിവസം മരുമൻ്റെ കൂടെ നീയും ഇരിക്കും. അന്ന് 2 ദിവസം മരുമാനും ഇരുന്ന പോലെ ആയില്ലേ. അത് കഴിഞ്ഞിട്ട് മരുമോനും നീയും പൊക്കോ. അപ്പൊ അങ്ങനെയാകുമ്പോ അവനും ഇരിക്കും 2 ദിവസം. എപ്പോഴാ ഉപ്പാനെ കാണിക്കാൻ പോണ്ട്? 20-ാം തീയതിക്ക് ഉപ്പാനെയും കൊണ്ട് പോണം. ഇനി ഇപ്പൊ പോയി വന്ന് മരുന്ന് കഴിഞ്ഞിട്ടില്ല, മരുന്ന് 20-ാം തീയതി വരെ ഉണ്ട്. ഇനിയിപ്പൊ പോകുമ്പോ എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഇവിടെ പറഞ്ഞ പോലെ കാശ് വരെ അവിടെ കെട്ടണം, മരുന്ന് ഉടപ്പി വാങ്ങണം, എന്തെങ്കിലും പറഞ്ഞാൽ അതും കൊണ്ട് പോണം. എനിക്കാണെങ്കിൽ അവനൊന്നും വിളിച്ചാ വരില്ല. അപ്പോൾ സഹീറിനെ ഒന്ന് വിളിച്ചിട്ട് പോകണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നല്ലോണം ബുദ്ധിമുട്ടി. പ്രാവശ്യം പോകുമ്പോൾ അനിയൻ്റെ കുഞ്ഞിപ്പാൻ്റെ അവനെയും കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഉപ്പാടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു. ഉപ്പാക്ക് മരുന്ന് കൊടുത്തിട്ടില്ല. മോളൊരു കാര്യം ചേരുവള് ചുടുവെള്ളം കൊണ്ടുവന്നാൽ ഉപ്പാക്ക് മരുന്ന് കൊടുക്കട്ടെ കേട്ടാ. ഞാൻ വെള്ളം വെക്കാം. മരുന്ന് അവിടെ മരുന്ന് അവിടെ കൊണ്ടുവച്ചേ. മരുന്ന് കൊണ്ടുവരാൻ മറന്നാ? അതേ കൊണ്ടുവരും. നിങ്ങൾ എന്താ ഇവിടെ അണിച്ചു നിക്കണ്? നിങ്ങൾ അവിടെ ഇരുന്നോ, ഞാൻ കൊണ്ടുതരാം. മരുന്ന് എടുത്തു തരാം. അവിടെ ഇരുന്നോ, അവിടെ ഇരിക്കേ. ഇടയായിട്ട് എന്നെ മറക്കല്ലേ? മരുന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുവരുന്നില്ല. മരുന്ന് മോളായിട്ട് ഇത്തിരി നേരം സംസാരിച്ചോണ്ടിരുന്നു. മരുമോൻ വിളിച്ചത്രേ. മരുമോൻ വരികയാണ് എന്നാ പറയണേ, നാളെ അവളെ കൊണ്ടുപോവാന്. അപ്പൊ ഉമ്മ അങ്ങനെ മരുമോൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞേ. അപ്പൊ മോളെ 2 ദിവസം നിക്ക്, നീ വന്ന് 2 ദിവസം നല്ല ആയിട്ടുള്ളൂ, ഒരാഴ്ച നിക്ക് എന്ന് പറഞ്ഞേ. ഇല്ല മാളെ വരുന്നുണ്ട് ഉമ്മ, അവിടുത്തെ ഉമ്മ പോയി കൊണ്ടുപോവാന്ന് പറയണേ എന്ന് പറയണേ. അപ്പൊ മരുമോൻ വന്നാ 2 ദിവസം നിക്കട്ടെ അവളായിട്ട്. മരുമോൻ വെറ്ററി 2 ദിവസം ഇവിടെ നിക്കട്ടെ. ഇപ്പൊ അവർക്ക് എവിടെ പോവാനുള്ളത്? ഇവിടെ വന്നാൽ നിക്കാൻ പറ്റുള്ളവർക്ക്. പിന്നെ എവിടെയെങ്കിലും പോയാൽ അവര് നിൽക്കുമോ? ഇവിടെ വീട്ടിൽ വന്നാലേ 2 ദിവസം നിൽക്കാനും ഒരാഴ്ച നിൽക്കാനൊക്കെ പറ്റിയ അവർക്ക്. വർത്താനം പറയുമ്പോഴാണ് ചുമളകണ്. അതെ, ആ മരുന്ന് കുടിച്ചിട്ട് ഒത്തിരി കുറവ് കാണാനില്ലല്ലോ. അതേപോലെ തന്നെ ഇരിക്കുന്നത്. അതെ, നല്ല കാലത്ത് നാം പറഞ്ഞ ബീഡി സിസർ വലിക്കണ്ടെന്ന്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിക്കണം, ബീഡി വലിക്കണം, സിസർ വലിക്കണം. ഒരു ദിവസം എത്ര പെട്ടിയാണ് ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ആരാ അനുഭവിക്കണേ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ മോളെ ഉള്ള ചൂടുവെള്ളം എടുത്തിട്ട് വാ. ചൂടുവെള്ളം ആയാ? ഞാൻ മരുന്ന് എടുക്കട്ടെ. കൈ കൊടുക്ക ചെയ്യാ. നല്ല വലിച്ച് 100 വട്ടം ഞാൻ പറയണ. കഴിക്ക്.
എന്തിനാ അമ്മ ഉപ്പാനെ കിടന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കണേ? ഉപ്പാനെ ചീത്ത പറഞ്ഞല്ലേ മോളെ, നല്ല ഇപ്പൊ ഈ വയ്യാണ്ടായപ്പോഴാണ് വലിയെന്ന് നിർത്തിയത്. ഡോക്ടർ കൈ കൊണ്ട് തൊടണ്ടെന്നാ പറഞ്ഞിക്കണ്. എന്നാലും കാണാണ്ട് കൂടി ഉണ്ടെങ്കിൽ എടുത്ത് വലിക്കും. ഇപ്പൊ കണ്ടില്ലേ ചുമച്ചിട്ട് ഏത് നേരം ചുമ തന്നെയാ. ഇങ്ങനെ ഉറക്കം പറയുന്നത് രാത്രി തീരെ ഇല്ല. പകലെങ്കിലും ഇങ്ങനെ, രാത്രി തീരെ കിടക്കാൻ പറ്റണില്ല. ഒന്ന് പറഞ്ഞതൊന്നും അനുസരിച്ചൂടെ മോളെ, തീരെ കേൾക്കൂല. അവനവന്റെ ശരീരം നോക്കിയാ കുഴപ്പമില്ല. ഇതില്ലെങ്കിൽ വയ്യാകെ വരുത്തിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാനും ഉപ്പാന്റെ തീരുമാനം. കണ്ടില്ലേ മരുന്ന് എത്ര ഗുളിക കഴിക്കണം എന്നറിയോ? എന്താ പറഞ്ഞൊരു ഡോക്ടർ? ശരീരം ഇപ്പൊ എങ്ങനെയുണ്ട് ഉപ്പാക്ക്? പിടിക്കേ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല മോളെ. ഉമ്മ വെറുതെ പറയണത് ആ മഞ്ഞ് ഇതൊക്കെ കൊണ്ട കാരണേ ഇപ്പൊ ഭയങ്കര മഞ്ഞല്ലേ മോളെ. അത് കൊണ്ടിട്ട് പുലർച്ചെയൊക്കെ പോണതല്ലേ. അപ്പൊ ആ മഞ്ഞ് നീര് വീഴ്ച ഇതൊക്കെയാണ്. അപ്പൊ അത് ഡോക്ടറെ കണ്ടി ചുമയൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ്. ബീഡി വരെ നിർത്തുക, അത് നിർത്തുക പെട്ടെന്ന് നിർത്താൻ പറ്റുമോ മോളെ? അത് പറ്റില്ല. ഉപ്പ പരമാവധി ശ്രദ്ധിച്ചു, അത്രേ പറയാനുള്ളൂ. ആയത്തിൽ എന്നെ നിർത്താൻ പറ്റുള്ളൂ മോളെ. മരുമാമ വരുന്നുണ്ടല്ലോ അല്ലേ, വന്ന് 2 ദിവസം നിക്കണ്ട, ഒരാഴ്ച കൂടെ നിക്കട്ടെ. 2 ദിവസം തന്നെ നിക്കണ എപ്പോഴെങ്കിലും അല്ലേ നിങ്ങൾ വരുന്നത്? അല്ല, അവിടുന്ന് ഒരേ വിളിയാണ് ഉപ്പ. ഞാൻ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ. അപ്പൊ അവിടുത്തെ ഉമ്മയും ഇപ്പൊക്കെ എന്താ എന്നെ കൂട്ടിട്ട് വരാത്തെന്ന് പറഞ്ഞിട്ട് ഇക്കാനോട് ചോദ്യം തുടങ്ങി. അതാണ് ഇക്ക വരട്ടെ, നാളെ വന്നിട്ട് കൂട്ടിട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഉമ്മ പറഞ്ഞ മരുവൻ വന്ന 2 ദിവസം വിരുന്നിരുത്തിട്ട് അപ്പൊ മോൾക്കും 2 ദിവസം കൂടുതൽ ഇരിക്കാലോ എന്നൊക്കെ പറയുന്നേന്ന്. എനിക്കറിയില്ല, പറഞ്ഞു നോക്കട്ടെ എന്താ ചെയ്യണോ. ഇരിക്കട്ടെ മോളെ, ഒരാഴ്ച ഇരിക്കട്ടെ, വരട്ടെ. വന്നിപ്പോ എപ്പോഴെങ്കിലും അല്ലേ വരുന്നുള്ളൂ. ഇല്ല, അവിടെ പണിയൊക്കെ ഉള്ള കാരണം അധികം നിക്കാനൊന്നും നിക്കില്ല. ചിലപ്പോ നാളെ ഇവിടെ വന്നാൽ തന്നെയല്ലേ നിക്കുള്ളൂ മരുവൻ. വേറെ എവിടെയും പോയിട്ട് ഇരിക്കാറൊന്നുമില്ലല്ലോ. വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. എല്ലാരും ഷെഫീക്ക് അവിടെ ഇനിയും വന്നില്ലല്ലോ ഓഫീസിൽ പോയിട്ട്. പണി ഞാൻ കണ്ടിട്ട് 2 ദിവസമായില്ലോ അവനെങ്കിലും. അവൻ വരാനാകണല്ലേ ഉള്ളൂ. വരാനായി. ചിലപ്പോ കൂട്ടുകാരായിട്ട് വർത്തമാനം പറഞ്ഞതൊക്കെ ഉണ്ടാവും. എല്ലാരും വല്ല കഴിച്ചാണാവോ എന്താണാവോ ഒന്നും പറഞ്ഞില്ല. അവനൊക്കെ കഴിക്കും. അവന് ജോലിക്ക് പോയി പറഞ്ഞാല് അവിടെ പട്ടിണിക്ക് കിടന്നിട്ടൊന്നും വരില്ല. അവനൊക്കെ വിശന്നാ ഭക്ഷണം കഴിക്കും. നിങ്ങള് മിണ്ടാണ്ടി. ഞാൻ വയ്യാണ്ടായപ്പോ അവനെ അന്വേഷിക്കാനും പറ്റിയില്ല. അല്ല, എന്താ ഉപ്പാക്ക് മോനോട് ഭയങ്കര സ്നേഹാണല്ലോ. ഞാനും ഉപ്പാന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് 2 ദിവസം വന്നത്. ഞാൻ കഴിച്ചോന്ന് പോലും ഇത്രയും ദിവസം ഉപ്പാന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. നീ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ മോളെ. അപ്പൊ ഇല്ലാത്തല്ല, ആ ഒരു സ്നേഹത്തിൽ പറഞ്ഞു മാത്രം. ആയിക്കോട്ടെ. ഉപ്പാക്ക് ഇപ്പൊ ഭയങ്കര സ്നേഹം മകനോടാണ്. അങ്ങനൊന്നും പറയല്ലേ മോളെ. എനിക്ക് 2 ആളോട് സ്നേഹമുണ്ട്. നീ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അവൻ ഇല്ലാത്തോണ്ട് അവനോട് ചോദിച്ചു എന്ന് മാത്രം. എനിക്ക് 2 പേരും ഒരേ തുല്യം തന്നെയാ. 2 എന്റെ മക്കൾ തന്നെയല്ലേ. ശരി, എന്തായാലും ഞാൻ കഴിക്കാനുള്ള എടുത്ത് വെക്കട്ടെ. ഇല്ലടാ, എന്ത് പരിപാടി? നീ എന്തിനാ വിഷമിക്കണത്? നമ്മുടെ വീടുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നാളെ പരിപാടി. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ആ ഉമ്മ ഇപ്പല്ലേ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. പിന്നെ എല്ലാരെയും വിളിച്ചോ. നാളെ സൗണ്ടൊക്കെ വെച്ചിട്ട് ഫുള്ള് DJ ട്ടാ. ഒരു മിനിറ്റാ, ഞാൻ ഉമ്മാനടുത്ത് കാര്യം പറയട്ടെ. ഉമ്മ, നാളെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട്. കുറച്ച് നേരം 10 പേരുണ്ടാവും. വേറെ എവിടെയും പാർട്ടി വെക്കാൻ സ്ഥലമില്ല. അവസാനം നമ്മുടെ വീട് ഞാൻ ഉറപ്പിച്ചു. അത് എനിക്കൊരു കാര്യം പറയാൻ എന്തെന്നറിയോ? നാളെ കുറച്ച് ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഈ വീട് ചിലപ്പോ ഇങ്ങനെ കുലുങ്ങും. ഉമ്മ ഒന്നും കണ്ടില്ല എന്ന് വെക്കണം ട്ടാ. എന്ത് പാർട്ടിയാ? പാർട്ടി പറഞ്ഞ എന്തിട്ടാ? ഈ വീട് തന്നെ കിട്ടിയുള്ളൂ നിനക്ക് പാർട്ടി വെക്കുന്നത്? അത് വല്ല ക്ലബ്ബ് അവിടെ എവിടെയെങ്കിലും പോയിട്ട് പാർട്ടി അല്ലാണ്ട് അവനവൻ്റെ കുടുംബത്തെ പാർട്ടി വെക്കുക ഒന്നും അല്ലേ. നിന്റെ ഉപ്പ വയ്യാണ്ടിരിക്കല്ലേ മോനെ? അത് നീ ആലോചിച്ചാ? പാർട്ടി വെക്കണം, വീട് കുലുങ്ങുന്നു. അത് എന്തിട്ട് പാർട്ടിയപ്പോ? അത് മനസ്സിലാവണല്ലോ, അതുകൊണ്ട് ചോദിക്കുക. ഉമ്മ എന്ത് വർത്താനാ പറയണത്? പുറത്തെന്താ പോവാറിയാഞ്ഞിട്ടാ ഞാൻ വാക്ക് കൊടുത്തു പോയി പിള്ളേരുടെ അടുത്ത്. ഈ വീട്ടിൽ തന്നെ പറ്റുള്ളൂ. അതെ, ഉമ്മ ഫുഡും കാര്യങ്ങളൊന്നും വെക്കണ്ട. ഇനി അതിനുള്ള ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട. സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. നാളെ എല്ലാരും വരും. പാർട്ടി, ലൈറ്റ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മുടെ വീട് തകർക്കും. പിന്നെ ഉപ്പാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഉപ്പേ എപ്പം നോക്കിയാലും ചുമച്ച് അവരൊക്കെ കൂട്ടുകാരന്മാരെ ഇത്തിരി കാശുള്ള വീട്ടിലെത്തിയാ. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പാടെ ചുമ കേട്ടാലേ എനിക്ക് സ്റ്റാറ്റസിന് കുറച്ചില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു വെക്കാം. ഉപ്പാനെയും കൂട്ടിയിട്ട് ഉമ്മ പോണമെന്നില്ല. ഇനി ഉമ്മക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ കുഞ്ഞിപ്പാനെ ഒരു ബാക്കിലല്ലേ, അവിടെ എങ്ങാനും പോയിട്ട് ഒരു 4-5 മണിക്കൂർ ഇരുന്നിട്ട് അതിന് ശേഷം വായും കഴിച്ചതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാം. അല്ലെങ്കിലേ അവര് വന്നതിന്റെ ഇടയിൽ ഉപ്പ കഹാന്നാക്കി കഴിഞ്ഞാൽ അതെനിക്ക് ശരിയാവില്ല. നീ എന്താ പറഞ്ഞ മോനെ? ഉപ്പാനെ കൊണ്ട് ഉപ്പായും ഉമ്മായും കുഞ്ഞുപ്പാൻ്റെ ബാക്കിൽ പോയി ഇരിക്കാനല്ലേ? നിനക്കിവിടെ പാർട്ടി വയ്ക്കാൻ ഞങ്ങൾ പോണം. നീ എങ്ങനെ പറയാൻ മനസ്സ് വരുന്നത് നിനക്ക്? നിന്റെ ഉപ്പയല്ലേ ഇത് ഓഹൂന്ന് ചുമയ്ക്കുമ്പോൾ നിനക്ക് വഷള് കേടുന്നാ. പക്ഷേ നിന്നെ ഇത്ര ദൂരം വളർത്തി പോറ്റി ഈ ശരീരം ഫുള്ളും നിന്റെ ഉപ്പ നയിച്ചതാ.
പെട്ടെന്നൊന്നും നീ ഇങ്ങനെ ആയിട്ടില്ല. അന്ന് നിന്റെ ഉപ്പ ചുമച്ചപ്പോ നിന്റെ കൂട്ടുകാർക്ക് ക്ഷേമ കേടുന്ന എന്താ പറഞ്ഞ നീ? ആ ഷെയിം കേട് തന്നെയാ, അല്ലാണ്ട് ഏത് നേരം നോക്കിയാലും ചുമച്ചിരിക്കണ്ടല്ലോ. ഷെയിം കേട് തന്നെയാ. ആയ കാലത്തെ ബീഡി വലിക്കാണ്ടോ അങ്ങനെയും ഇങ്ങനെയൊക്കെ സമാധാനത്തിലിരിക്കണം. ഓരോരുത്തർ ഉപ്പമാര് കണ്ടില്ലേ അതുപോലെ. അല്ലാണ്ട് കുടുംബത്തിൽ കയറി കഴിഞ്ഞാൽ അലാറം അടിക്കണ പോലെ അവിടെ ഇവിടെ എപ്പൊ നോക്കിയാലും ചുമയാ. അത് ഞാൻ സഹിച്ചതൊക്കെ എന്റെ കൂട്ടുകാരന്മാര് വന്നിട്ട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അതെന്റെ സ്റ്റാറ്റസിന് കുഴപ്പം തന്നെയല്ലേ? ഓഫീസിലൊക്കെ എനിക്ക് കുറച്ച് നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ വന്നിട്ട് നിന്റെ ഉപ്പ ചുമയാണല്ലോടാ പറഞ്ഞാൽ അതെനിക്കല്ല മോശക്കേട്. അതെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? അതെ ഒന്നുമില്ല, നാളെ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിപ്പാന്റെ അവിടെ പോയി ഇരിക്കും, മനസ്സിലായില്ലേ? DJ പാർട്ടി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ആയിക്കോട്ടെ. ഇത് എപ്പോഴും കൂടിയേ മരുന്ന് കൊടുക്കുമ്പോ മോളിലോടുത്ത് വർത്താനം പറയുമ്പോ പറയൂ സെഫി മോനെ കണ്ടില്ലല്ലോ, എവിടെ അവൻ വല്ലതും കഴിച്ചോ എന്തോ എന്ന് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞേ ഇത്രയും പറഞ്ഞിട്ട് നോക്കുമ്പോ അക്കാനെയാണ് സ്നേഹം. ഞാൻ 2 ദിവസം നിക്കാമ നിന്നല്ല ചോദിക്കുന്നു, നിക്കാ ഭക്ഷണം കഴിച്ചോ, അവൻ ഞാൻ കണ്ടില്ല, എനിക്ക് വയ്യാത്തായപ്പോ തൊട്ട് ചെക്കനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞേ ഉള്ളൂ. ആ ഉപ്പാനെയാണ് നീ കുഞ്ഞുപ്പാന്റെ വീട്ടിൽ പോയിട്ട് എവിടെ ഇറപ്പിൽ ചെന്നിട്ട് എന്നിട്ട് ഷെഡിൽ ഇരിക്കാൻ പറഞ്ഞല്ലേ? എങ്ങനെ മോനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണ്? നാളെ നീയും ഒരു പെണ്ണ് കെട്ടി നിനക്കും ഒരു കുട്ടികളാകും, ഉപ്പാന്റെ പ്രായം നിനക്കും ആവും. ഇങ്ങനെ ഒന്നും ഇരിക്കില്ല. അങ്ങനെ നോക്കി ഉണ്ടാക്കി മോനെ നീ. നിന്റെ പെങ്ങളെ പോലും നിന്റെ ഉപ്പ സ്നേഹിച്ചിട്ടില്ല അറിയോ? ഈ കൈ പിടിച്ചിട്ടാണ് നീ എവിടേക്ക് പോകുമ്പോഴും ഉപ്പാനെ. ഇപ്പത്തിരി വലുതായി ജോലിക്ക് പോയി ഇറങ്ങിയപ്പോ നിനക്ക് ഉപ്പാനെ പറ്റാണ്ടായി, ഉമ്മാനെയും പറ്റാണ്ടായില്ലേ? നീ ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചില്ല മോനെ. നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി നിന്റെ സ്വന്തം ഉപ്പാനെ കൊണ്ട് അങ്ങോട്ട് ആക്കണോ? നീ ഇത് പറഞ്ഞതല്ലോ, ആ മനുഷ്യൻ കേട്ടാണ്ടല്ലോ നെഞ്ചു പൊട്ടിച്ചാകും. ഉമ്മാന്റെ ഈ പഴപുരാണം കേട്ട് 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 ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നിട്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ പഴയ കാലത്ത് അപ്പത്തെ എന്ന് പറഞ്ഞിട്ട് 90 കാലഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കും. അതേ നെഞ്ചി പൊട്ടി ചാവുകയാണെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ, എനിക്ക് അത്രേ ഉള്ളൂ. ഉമ്മ ഞാൻ പറഞ്ഞാണ്ട് കേട്ടിട്ട് നടന്നോ. കറി കുറച്ച് ചൂടാക്കി വെക്കാം, ഒരിക്കലും ചൂടോടെ കൊടുക്കാലോ. അമ്മ ഞാൻ ഈ കറിയൊന്ന് ചൂടാക്കുന്നത് കേട്ടോ, ഉപ്പാക്ക് ചൂടോടെ കൊടുക്കുമല്ലോ. ഇതെന്താ കരഞ്ഞിട്ട് വരുന്നേ? എന്ത് പറ്റി? ഒന്നുമില്ല. എന്ത് പറ്റി? ഉപ്പ എന്തേലും പറഞ്ഞോ അമ്മക്ക് വിഷമം വരുന്ന പോലെ? ഇതെന്തിനപ്പൊ കരയുന്നു? ഇത്ര നേരം ഒരു കുഴപ്പമില്ലാണ്ടിരുന്നാണല്ലോ, പറയ്. ഒന്നുമില്ല മോളെ, നിന്റെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക എന്ത് പറഞ്ഞേ? ഇക്ക പറയണ അവന്റെ കമ്പനി ജോലി സ്ഥലത്തുനിന്ന് 10 ആളോളം വരും അത്ര. അപ്പൊ അവര് 10 ആള് വരും, അവർക്ക് അടിച്ച് പൊളിക്കണം, പാർട്ടി ചെയ്യണം. എന്ത് വീടൊക്കെ കുലുങ്ങണ പോലെ പരിപാടികളൊക്കെ ഉണ്ടാവും, പാട്ടും കൂത്തൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇക്കാന് ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉപ്പാന ഏത് നേരം പുക്കുന്ന് ചുമക്കുകയല്ലേ. അപ്പൊ ഉപ്പാനെയും കൊണ്ട് നീ ഉമ്മ കുഞ്ഞിപ്പാന്റെ ഇറപ്പിൽ പോയിട്ടിരിക്കാന്, ആ ഷെഡില് പോയിട്ട് പാർട്ടി കഴിയുന്നവരെ അവിടെ പോയിരിക്കാൻ പറഞ്ഞു. എത്ര കഷ്ടപ്പെട്ട് ഈ 2 മക്കളെ പൊന്നുപോലെ ആള് നോക്കി തന്നറിയാം. മക്കളൊക്കെ വളർന്നിത്തിരി ആകുമ്പോ ഇങ്ങനെയൊക്കെയാണ് ഉമ്മാക്കും ഉപ്പാക്കും വിഷമം. എന്താ ചെയ്യാ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇക്കപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എന്തിനാ വിഷമിക്കാൻ നിക്കണേ? നല്ല വർത്താനം തിരിച്ചു പറയായിരുന്നില്ലേ? അവർക്കൊക്കെ വന്നിട്ട് തോന്നിയമാതിരി പാർട്ടി ചെയ്യാനുള്ള വീടാണോ ഇത്? ഉമ്മാക്ക് എന്താ? ഉമ്മാന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് ചോദിച്ചോണ്ടിരിക്കാനടുത്ത്. ഇതിപ്പോ എന്തത്? ഉമ്മാനി ഉപ്പാനി കുഞ്ഞിപ്പാന്റെ അവിടെ പോയി ഇരിക്കാനൊന്നും ആരുടെ ആവശ്യമൊന്നും ഇല്ല, അവര് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ എന്തിനാ പാർട്ടി ചെയ്യാനൊക്കെ ആൾക്കാരായിട്ട് വരാൻ നിക്കണ്? ഇതൊക്കെ എന്താ ബോധമില്ലേ? തോന്നിയമാതിരി കൂട്ടുകാരന്മാരെ വിളിച്ചിട്ടേ ഇവിടെ വന്നിട്ട് പാർട്ടി ചെയ്യാൻ ഇക്കാന്റെ ഇതൊന്നും അല്ലല്ലോ. ഇത് ഉമ്മയും ഉപ്പയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വീട് തന്നെയല്ലേ. പിന്നെ എന്തിനാ അവരിവിടെ വന്ന് പാർട്ടി ചെയ്യുന്നത്? ഉമ്മ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ മിണ്ടാണ്ട് വന്നാ? അവനിങ്ങനെ വന്ന് പറയുമ്പോൾ ഞാൻ എന്താ മോളെ പറയാ? അവനിങ്ങനെ ചൂടായി വർത്താനം പറഞ്ഞപ്പോൾ അവൻ്റെ മോക്കൊക്കെ ഇങ്ങനെ മാറിയ പോലെ ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ പേടിയായി. എന്നാലും ഞാൻ 4 വർത്താനം പറഞ്ഞു കൊടുത്ത്. എൻ്റെ ഉള്ളിൽ പേടിയാകുക എനിക്ക്. നമ്മളെ മക്കളെ അങ്ങനെയല്ലേ മോളെ വളർത്തി. ഇപ്പോഴൊക്കെ അല്ലേ അവൻ ചൂടായി ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത കുട്ടിയല്ലേ. എനിക്ക് എന്താ പറയാ, കയ്യും കാലൊക്കെ വരച്ചടങ്ങി. സാരമില്ല മോളെ, ഞാൻ ഉപ്പാനെയും കൊണ്ട് കുഞ്ഞിപ്പാനൊക്കെ പോയിരിക്കും. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, പേടിച്ചിട്ട് ഉമ്മ ഇവിടെ നിന്നു. നല്ല വർത്താനം ഞാൻ പറഞ്ഞു കൊടുത്തു. നീ അവന്റെ അടുത്ത് പോയിട്ട് ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട, ഇനി അവനെന്തെങ്കിലും പറയുന്നില്ലേ? എടാ അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ടട്ടാ. നാളെ നമ്മുടെ വീട്ടിലെ പരിപാടി രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ വന്നോളൂ. എന്താണെന്നറിയോ, നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തായി ഏർപ്പാടാക്കിയിരിക്കുന്നത്. നിങ്ങളൊക്കെ വന്ന് നമുക്ക് ഇവിടെ അരങ്ങും പിന്നെ ലൈറ്റും പിന്നെ ഞാൻ മറ്റേ സൗണ്ട് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കൂടി സെറ്റാക്കണ്ടേ. നിങ്ങളൊക്കെ നേരത്തെ വൈകട്ടാ. പിന്നെ വീടാണ്, എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ പറഞ്ഞോളൂ.
എടാ മറക്കണ്ടട്ടാ, അപ്പൊ ഉറപ്പായിട്ടും വന്നോളൂ. അതെ, നിങ്ങൾ തിരക്കാണോ? എന്ത് തിരക്ക് പറഞ്ഞു? എന്താ കാര്യം? അല്ല, നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞു വെച്ചിക്കണ്? അല്ല, ഉമ്മാന്റെ അടുത്താ എന്ത് കാര്യം പറഞ്ഞു? അല്ല, ഇവിടെ ആരൊക്കെയോ കുറെ പേരായിട്ട് പാർട്ടി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മാനെയും ഉപ്പാനെയും കുഞ്ഞിപ്പാന്റെ അവിടെ പോയി ഇരിക്കണം എന്നല്ലേ ഇക്ക പറഞ്ഞിക്കണ്. ഇതൊക്കെ എന്ത് ധൈര്യത്തിലൊക്കെ പറയണേ ഇങ്ങനെയൊക്കെ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ 2 ദിവസം അങ്ങോട്ട് വിരുന്ന് നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിലേ വിരുന്ന് നിന്നിട്ട് മര്യാദയ്ക്ക് നിന്റെ കുടുംബത്തിൽ പോകാൻ നോക്ക്. ഈ വീട്ടിലത്തെ കാര്യങ്ങളേ കൂടുതലായിട്ട് അന്വേഷിക്കാന്ന് വരണ്ടട്ടാ. ഞാൻ എന്റെ ഉമ്മാടത്തും ഉപ്പാടത്തും പറഞ്ഞിട്ടുണ്ട്, നാളെ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്, എന്റെ ഫ്രണ്ട്സൊക്കെ ഒരു 10ഓളം പേര് വരുന്നുണ്ട്. ഞാൻ ഉമ്മാനെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. ഫുഡൊക്കെ പുറത്ത് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഉമ്മ ഇപ്പൊ കുഞ്ഞിപ്പാന്റെ അവിടെ പോയിരിക്കട്ടെ. എന്തിനാ ഞാൻ പല കാര്യം പറഞ്ഞ സത്യം തന്നെയല്ലേ? ഇപ്പൊ നോക്കി ആലും ചുമച്ചോണ്ടിരിക്കുന്നത്. നിനക്കത് എത്ര പൊള്ളം കാര്യം? അതേ മര്യാദയ്ക്ക് നിന്റെ വീട്ടിൽ പോയിട്ട് ഇരിക്കാൻ നോക്ക്. ഇക്കൊക്കെ കുറച്ചെങ്കിലും മനസ്സാക്ഷി ഉണ്ടായി. ഇവക്ക് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയാൻ നിക്കണ്? ഉമ്മാനെയും ഉപ്പാനെയും കുഞ്ഞിപ്പാന്റെ അവിടേക്ക് പോയി ഇരിക്കാൻ പറയാനൊന്നും സെവിക്കായിട്ടില്ല കേട്ടാ. നിങ്ങൾക്ക് വല്ല പാർട്ടി നടക്കാനുണ്ടെങ്കിൽ വല്ല റെന്റിന് വല്ല റൂം എടുത്തിട്ട് അവിടെ പോയി ഇതാക്ക്. അല്ലാണ്ട് ഒരു കുടുംബം താമസിക്കുന്ന വീട്ടിൽ വന്നിട്ടാണ് നിങ്ങളുടെ തോന്നിയാസൊക്കെ കാണിക്കുന്നത്. മനസ്സിലായില്ല എനിക്ക്. നിന്റെ അടുത്ത് ഞാൻ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ കൂടുതലായിട്ട് ഞാൻ പറയില്ല. എന്റെ സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലപ്പോൾ 2 കിട്ടും. കല്യാണം കഴിഞ്ഞതാണോ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ നോക്കില്ല. നിന്റെ ഭരണമൊക്കെ നിന്റെ കല്യാണം കഴിക്കുന്നില്ല, ആ വീട്ടിൽ പോയി ഭരിച്ചാൽ മതി. ഇവിടെ വന്നിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. എന്റെ ഉമ്മാനും ഉപ്പാനും എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം എനിക്കറിയാം. മനസ്സിലായില്ലേ? അതെ, ഇന്ന അടിക്കാനും ശകാരിക്കാനൊന്നും ഇക്ക വരേണ്ട ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ പണ്ട്. ഇപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലത്തെ കുടുംബത്തിനെയാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയമാതിരി ഇന്ന തല്ലോ പോയി ഇരിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കാനൊന്നും തന്നെ വന്നത് 2 ദിവസം ഇരുന്നിരിക്കാൻ, അത് കഴിഞ്ഞ് തിരിച്ചു പോയിക്കോളും. ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചതിന് ചോദിക്കാൻ വന്നതാണ് ഞാൻ, ഇല്ലാണ്ട് വേറെ ഒന്നിനും വന്നിട്ടില്ല. അതെ, ചോദിക്കാൻ ആകുമ്പോ കണ്ട ഉമ്മാനടുത്ത് ഉപ്പാനടുത്ത് സംസാരിക്കുന്ന രീതിയൊക്കെ എനിക്കറിയാം. ഞാൻ എന്താ അതിന് മാത്രം പറഞ്ഞത്? ഇവിടെ പാർട്ടി നടക്കണ എന്റെ ഫ്രണ്ട്സും ഓഫീസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങള് പുറത്തൊക്കെ തപ്പിയതാണ്, കിട്ടണ്ടേ. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഓക്കെ എന്ന് പറഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ വയസ്സായ ഉപ്പയും ഉമ്മയും ഇരിക്കണേ. അതുകൊണ്ടല്ലേ ഞാൻ അവരടുത്ത് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞത്. അവരവിടെ പോയി ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണോ ഒക്കെ കാണിക്കുക? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ആ ഉപ്പാന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളൂ ഒത്തിരി നേരത്തെ, മോനായിട്ട് ഭയങ്കര സ്നേഹമാണല്ലോ. ആ സ്നേഹം സ്നേഹിക്കണ്ട, മനസ്സിലായില്ലേ? നിന്റെ പെട്ടിങ് കിടക്കുക നാളെ തന്നെ സ്ഥലം വിടാൻ നോക്കിയേ. ഞാൻ പോവുക തന്നെയാ, ഞാൻ എന്നാലും പോവും. ഇവിടെ തന്നെ ഇരിക്കാനൊന്നും നിന്റെ ഈ കെട്ടിയവനെ സമ്മതിച്ചിട്ടൊന്നും ഇല്ല. മനസ്സിലായില്ലേ? എന്തോ നിങ്ങളുടെ ഇതിൽ വന്നിട്ട് ഒരു നേരം അടിയായിട്ട് വന്ന നിങ്ങളൊക്കെയാണല്ലോ ആൾക്കാര് പറഞ്ഞിട്ട് എങ്ങനെയാ വരിക? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ കഷ്ടകാലം ഈ വയസ്സായ കാലത്ത് ഇക്കാന്റെ കയ്യിൽ കടന്നിട്ട് നിരയിക്കണല്ലോ എന്നുള്ളത്. എന്തോ ചെയ്യേ, വലിയ കഷ്ടപ്പാടാ. നീ പറഞ്ഞ നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അതെ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. മോനി മറ്റേ ഒരുപാട് ചെല്ലം കൊടുത്ത് വളർത്തിയില്ലേ, ഇപ്പൊ കണ്ടില്ലേ? പാർട്ടി കുടുംബത്തെ കൊണ്ട് വെക്കാൻ്റെ അളവില് ഒരു തരിയെങ്കിലും നിങ്ങളെ പേടിയുണ്ടെങ്കിൽ അവൻ ചെയ്യോ? ഇപ്പതാ ഉപ്പാക്ക് വയ്യാണ്ട് പോയി. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനി അവന്റെ ഇഷ്ടത്തിൽ അവൻ എന്തോ ചെയ്തോട്ടെ. നമുക്കേ അവൻ പറഞ്ഞ പോലെ ഇവിടുന്ന് മാറാം. അല്ലെങ്കിലേ അവൻ വർത്താനം പറയുമ്പോൾ അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് പേടിയായി. അറിയോ? ഇതിനൊക്കെ നിങ്ങളാണ്. ഒരു വടി എത്തിയിട്ട് ഒരു ഈർക്കലി എടുത്തിട്ട് അവനൊരു അടി കൊടുത്തിട്ടില്ല. നിങ്ങള് അവന്റെ ഇഷ്ടത്തിൽ വിട്ട കാരനല്ലേ. ഉപ്പാനെ പേടി വേണം, അല്ലെങ്കിൽ ഉമ്മാനെ പേടി വേണം. ഇന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഒതുക്കും. നിങ്ങളാണെങ്കിലും അവനെ കണ്ടിക്കൂല്ല. ഇപ്പൊ എന്തായി? അടിക്കേണ്ട പ്രായവും തല്ലേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. അതെ, നീ അവരൊന്നും കുറ്റം പറയാൻ നിൽക്കല്ലേ. അവര് ഫ്രണ്ട്സ് ഇതൊക്കെ ഒരു ഓഫീസിൽ വലിയ വലിയ ആൾക്കാർ വരുന്നല്ലേ. അപ്പൊ അതിനൊരു പ്രവേശിയൊക്കെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു കണക്കൂട്ടിലൊക്കെ. അപ്പൊ എന്തോ ഒരു ആഘോഷം 5-6 മണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ. നമുക്ക് അവിടെ പോയി ഇരുന്നിട്ട് വരാം. പിന്നെ ഇപ്പോൾ അവരൊക്കെ പോയതിനു ശേഷം നമുക്ക് ഫുഡ് കഴിക്കാം. അതൊന്നും കുഴപ്പമില്ല. അവര് മക്കള് ഇപ്പത്തെ മക്കളല്ലേ, ആ മക്കള് അവര് കഴിച്ച ബാക്കി ഫുഡ് കഴിക്കാം. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ അവന്റെ ഭാഗം നിക്കണം. ചള്ളക്ക് 2 കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. തോൾക്ക് വളർന്ന മക്കളെ നമ്മൾ അടിക്കാൻ പാടില്ല. നമ്മളെന്ത് പറഞ്ഞ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ അവർക്ക് സ്നേഹം എന്തെങ്കിലും ഒരിക്കലും ഉണ്ടാവും. അത് മാത്രം നമ്മൾ സ്നേഹം കാണിക്കാനൊന്നും അവര് അതാണ് വിഷമം. കഴിച്ചിട്ട് ചോറ് ഉണ്ടാവും, എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം. എനിക്കത് കേട്ടപ്പോണ്ടല്ലോ. അത് നിന്നോട് പറയണതല്ലേ, അവര് മനസ്സിൽ സ്നേഹം ഉണ്ടാവും. നിന്നോട് ആ ദേഷ്യത്തിൽ അങ്ങനെ പറയണമെന്ന് വെച്ചിട്ട് നമ്മളെല്ലാ മക്കളും ഒരുപോലെ തന്നെയല്ലേ നമ്മൾ സ്നേഹിക്കുന്നത്. അതേപോലെ അവർക്കും തന്തയ്ക്കും തള്ളയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും. അവർക്ക് ഇനി മക്കളും കുട്ടികളൊക്കെ ആകുമ്പോ ഇവനൊക്കെ വലുതായ ഒരു പെണ്ണ് കെട്ടിട്ട് നിങ്ങൾ എന്നെ നോക്കുന്ന എന്താ ഉറപ്പുണ്ട്? നിങ്ങൾക്ക് പെണ്ണ് കെട്ടാണ്ട് തന്നെ ഇങ്ങനെ. അതെ, അവ 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. അവൻ പാർട്ടി എന്തോ ചെയ്തോട്ടെ, നമുക്ക് അവിടെ പോയി നിൽക്കുന്നത് വരാം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇപ്പതാ ജോലി സ്ഥലത്തുള്ളവരിനെയൊക്കെ വിളിച്ചിട്ട് ബാർ നടത്താൻ പോണ. ഇവിടെ നിങ്ങൾ ഒരുത്തനാണ് ഇതൊക്കെ നാശാക്കുന്നത്. നിങ്ങൾ ഒന്ന് ഉപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് അവനെ ഒന്ന് സ്റ്റഡിയാക്കിയിട്ട് ഇങ്ങനെയൊന്നും ആകൂല. അതെ ഉമ്മ,
ഇക്കപ്പൊ പണ്ടത്തെ പോലെയൊന്നുമില്ല. ഞാൻ ചെന്ന് സംസാരിക്കുമ്പോത്തിന് എന്തോരം എന്റെ അടുത്ത് ചൂടാവണ്. ഞാൻ ഇതിന്റെ ഇടയിലാണോ മരോനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ടത് എന്ന് ഞങ്ങള് നാണം കടത്താനാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പോയിക്കോണ്ട് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ട് എന്തോ ഇരുന്നോളൂ. മോളെന്തിനാ അവനോട് ചോദിക്കാൻ പോയി? ഒരു 5-6 മണിക്കൂറത്തെ കാര്യങ്ങളല്ലേ. ആ 30 അവിടെ പോയി ഇരിക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ മോളെ? അവനോട് സംസാരിക്കാൻ പറ്റുമോ? ഞങ്ങള് കുഞ്ഞിപ്പാന്റെ അവിടെ പോയി നിന്നോണ്ട് മോളെ. അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാ കുഞ്ഞിപ്പാന്റെ അവിടെ പോയി നിൽക്കണം? കുഞ്ഞിമാന്റെ സ്വഭാവം ഉമ്മാക്ക് അറിയണ തന്നെയല്ലേ. നാളെ ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുക തന്നെയല്ലേ. അപ്പൊ ഉമ്മ ഉപ്പ ഇന്റെ കൂടെ വായും ഇന്റെ പേരയിൽ പോയി നിൽക്കുക. അല്ലാണ്ട് ഇക്കാന്റെ തോന്നിയാസത്തിനൊന്നും നിങ്ങൾ അവിടെ ഇവിടെയൊന്നും പോയിരിക്കേണ്ട ഒരാവശ്യമില്ല. അതൊന്നും വേണ്ട മോളെ. മോളുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോ അതൊരു മോശമല്ലേ? മോനെന്താ അവിടെ ട്രിപ്പ് നടത്തണോ, അത് കാരണം ഞങ്ങൾ കുറച്ച് ദിവസം നിൽക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മായിമ്മനോട് പറയാ? അതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് 5-6 മണിക്കൂറത്തെ കാര്യല്ലേ. അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ പോയി നിൽക്കാം. ഇനിയിപ്പൊ എന്താ ചെയ്യാം മോളെ? ഉമ്മ ഇങ്ങനെ എല്ലാത്തിനും വിട്ടുകൊടുത്തു. നിങ്ങള് രണ്ടാള് വയസ്സായ ആൾക്കാരാണെന്ന് മനസ്സിലായി. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇക്ക ഈ തോന്നിയാസങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ കടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. നാളെ രാവിലെ ഞാൻ എന്തായാലും ഇക്കാനെ വിളിച്ചിട്ട് പോകും. നിങ്ങൾ രണ്ടാളും കൂടി എന്റെ കൂടെ വായു. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? മോള് ഇങ്ങനെയൊക്കെ പറയണേ, എന്താ ചെയ്യണ്ടേ നമ്മള്? മോളുടെ കൂടെ പോവുക. നിങ്ങൾ പറയ്, എന്താ മിണ്ടാണ്ടിരിക്കണേ? അതെ, മോള് പറയും. മോള് നമ്മുടെ മോളാ, അത് പറയും. അവിടെ ഉള്ളവർ അന്യ ആൾക്കാരാണ്. നമ്മൾ എത്ര ദിവസം മോളത്ത് നിൽക്കുക? അതൊന്നും വേണ്ട. നമുക്കേ ഇവിടെ തന്നെ നിൽക്കുക നല്ലത്. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഒരു ദിവസത്തെ കാര്യമില്ല. അവർ ചെറുപ്പം പിള്ളേരെല്ലാം അടിച്ച് പൊളിച്ച് കളിക്കുക, എന്തോ ചെയ്തോട്ടെ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷെ ഒരു ദിവസത്തെ കാര്യമില്ല, പോട്ടെ വിട്. ഒന്നും വലിയ പ്രശ്നമൊന്നും ആക്കണ്ടല്ലോ. വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കി തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പിരിഞ്ഞു പോയിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല മോളെ. ഞങ്ങളിവിടെ ഇരുന്നോണ്ട്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല. നിങ്ങൾ എന്തോ ചെയ്തോ.